ആ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അവരുകൾ പറഞ്ഞത് പിന്നോക്ക സമുദായത്തിൽ ഉള്ളവർക്ക് ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് എൻ്റെ അറിവിലൊരു കാര്യമുണ്ട്. അരൂർ സീറ്റ് പണ്ട് ഈഴവ സമുദായം ജയിക്കുമായിരുന്നു, മാരാരിക്കുളം ജയിക്കും, അമ്പലപ്പുഴ ജയിക്കും. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് സീറ്റ് കുറഞ്ഞു വരുന്നു ഈഴവ സമുദായത്തിന്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കൊരു അറിഞ്ഞാൽ കൊള്ളാം. താങ്കളുടെ അഭിപ്രായം എന്താണ്? അവിടെയാണ് സച്ചിദാനന്ദ സ്വാമികളുടെ ആ ചോദ്യം കൃത്യമായും ന്യായമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 28% ഈഴവ സമുദായങ്ങളുണ്ട്. പിന്നോക്ക സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായ സമുദായമാണ് ഈഴവ സമുദായം. കേരളത്തിൽ ഒരു സമയത്ത് ഈഴവ സമുദായത്തിൽ നിന്നും UDF തന്നെ 36 MLA-മാരുണ്ടായിരുന്നു. കേരളത്തിൻ്റെ 53 മണ്ഡലങ്ങളിൽ ഈഴവ സമുദായമാണ് മുന്നിൽ. 9 മണ്ഡലങ്ങളിൽ 70% വോട്ടും ഈഴവ സമുദായത്തിൻ്റെയാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന മണ്ഡലം 70% ഈഴവ സമുദായങ്ങളാണ്. അരൂർ എന്ന മണ്ഡലം 70% ഈഴവ സമുദായങ്ങളാണ്. കുട്ടനാട് 40% ഈഴവ സമുദായങ്ങളാണ്. കായംകുളം 50% ഈഴവ സമുദായങ്ങളാണ്. അമ്പലപ്പുഴ 50% ഈഴവ സമുദായങ്ങളാണ്. അപ്പം ചുരുക്കത്തിൽ ഈഴവ സമുദായ അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഈഴവ സമുദായ അംഗങ്ങളെ മത്സരിപ്പിക്കുവാൻ മുന്നണികൾ തയ്യാറാകുന്നില്ല. കാരണം ഈഴവ സമുദായത്തിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതാണ് അതിന് കാരണം. കാരണം വെള്ളാപ്പള്ളി നടേശനായിരുന്നു ഈഴവ സമുദായത്തിൻ്റെ 30 വർഷക്കാലത്തെ നേതാവ്. ഈ നേതാവിന് സ്വന്തമായി മോട്ടിക്കാനേ സമയമുള്ളൂ. സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അദ്ദേഹം ഒരിക്കൽ പോലും വ്യാകുലനായിരുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് പറയാൻ മാത്രമേ കൊള്ളായിരുന്നു, മേടിച്ചെടുക്കാൻ പുള്ളിയെ കൊള്ളരുതായിരുന്നു. എന്നാൽ ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ഭരണഘടനാപരമായി പോലും ശരിയാണ്. കാര്യം എന്താ? ഇന്ത്യയുടെ ഭരണഘടനയിൽ 16(4) എന്ന വകുപ്പിൽ പറയുന്നത് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നൽകണമെന്നാണ്. ആരും അത് നൽകുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കണമെന്ന നിയമം നടപ്പാക്കിയിട്ടില്ല. 30 വർഷങ്ങൾക്ക് മുമ്പ് നരസിംഹറാവു ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമമാണ്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ ഈ നിയമം നടപ്പാകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നടപ്പാക്കിയില്ല. എന്താ കാര്യം? ചോദിക്കാനും പറയാനും പിന്നോക്ക സമുദായങ്ങൾക്ക് ആളില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് കേരളത്തിൽ 18% വരുന്ന മുന്നോക്ക സമുദായങ്ങൾ ഉദ്യോഗതലത്തിൽ 60% അവരുടെ കയ്യിലാണ്. രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ പരിശോധിക്കണം, എല്ലാ പാർട്ടിയുടെ നേതൃത്വം അവരുടെ കയ്യിലാണ്. ഈ നാട്ടിലെ സവർണൻ്റെ കയ്യിലാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നിടത്ത് പരിശോധിക്കണം, UDF. നമ്പൂതിരിയോ നായരോ പിഷാരടിയോ ഒക്കെ വിട്ടുവന്നാൽ ഉടൻ തന്നെ അവർക്ക് സീറ്റാണ്. എന്ന് പറഞ്ഞാൽ സീറ്റ് വേണോ? ഇപ്പോൾ നമ്പൂതിരിയായിട്ടും പോറ്റിയായിട്ടും ആരായിട്ടും ജനിക്കണം, നായരായിട്ടും ജനിക്കണം, എങ്കിലേ സീറ്റുള്ളൂ. 28% വരുന്ന ഈഴവന് സീറ്റില്ല. വലിയ പ്രയാസമാണ്. വർക്കല അടങ്ങുന്ന, നാട്ടിക അടങ്ങുന്ന 53 മണ്ഡലങ്ങളിൽ മെജോറിറ്റിയാണ്. അതുകൊണ്ട് ഈഴവ സമുദായമാണ് സ്വയം ചിന്തിക്കേണ്ടത്. കഴുതകളെ പോലെ വോട്ട് കുത്തണമോ അതോ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണോ എന്ന്. പ്രതികരിക്കണം. ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളുടെ അവസരം, ആ ലക്ഷ്യം കൃത്യമാണ്. എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുവോ അവിടെ നീതി പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി പോരാടുവാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പെട്ടിരിക്കുന്നവരുടെ കടമയാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ് ആ നീതി നിഷേധിക്കപ്പെടുന്നത് ചോദിച്ചു വാങ്ങുക എന്നുള്ളത്. അത് ചോദിച്ചാൽ തന്നില്ലെങ്കിൽ സമരം ചെയ്ത് വാങ്ങണം. അതാണ് ഗുരു കാട്ടിത്തന്ന പാത. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി SRPയെ സംബന്ധിച്ച് ഇത് സ്വാഗതം ചെയ്യുകയാണ്. ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ 5 കേരള കോൺഗ്രസ്, 6 കേരള കോൺഗ്രസ് ഉണ്ട്. 2 മുന്നണിക്കും കേരള കോൺഗ്രസുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. മറിച്ച് കേരളത്തിലെ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 975 രൂപീകരിച്ച SRP ഈ ഇലക്ഷൻ കാലത്ത് മുന്നണി സമവാക്യവുമായി കടന്നു ചെന്നു. പലർക്കും കത്ത് കൊടുത്തു. പക്ഷേ ഇവിടുത്തെ UDFന് അവരെ വേണ്ട. എന്താ കാര്യം? ഈഴവൻ സംഘടിതമായി വോട്ട് ചെയ്തതിൽ അറിയാം. ശ്രീ സുവർണകുമാർ നേതൃത്വം കൊടുക്കുന്ന SNDP എന്ന പാർട്ടി അവരും കത്ത് കൊടുത്തു.
പക്ഷെ അവരെയും വേണ്ട. മറിച്ച് ഒരു ക്രിസ്ത്യൻ പാർട്ടിയാണ് നേതൃത്വം കൊടുത്തിരുന്നെങ്കിൽ കത്ത് കൊടുത്താൽ ഉടൻ ഇരുകൈയും നീട്ടി ഇവിടുത്തെ കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ UDF മുന്നണി സ്വീകരിക്കും. അപ്പോൾ അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്, ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല. ഈഴവ സമുദായത്തെയും ഈ നാട്ടിലെ പിന്നോക്ക സമുദായത്തെ സംബന്ധിച്ച് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമി എന്ന ചോദിക്കാനും പറയാനും സമുദായത്തിനൊരാചാര്യനുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നടപടിയെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കണമെന്ന് ആവശ്യപ്പെടുക കൂടിയാണ് ഞാൻ. ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കേട്ടോ